ഇന്ന് പകൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഒരു വചനഭാഗം കൂടെ വായിച്ച് ആമേൻ നമുക്ക് സ്തോത്രം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രബോധനം നമ്മൾ കേൾക്കുവാനിടയായിത്തീർന്നു. ഒരു വചനഭാഗം കൂടെ വായിച്ച് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് സന്തോഷത്തോടെ കടന്നു പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കർത്താവ് പറഞ്ഞിട്ട് പോയൊരു കാര്യമാണ്. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, പിതാവായ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും എന്താ വിശ്വസിക്കേണ്ടത്? കർത്താവ് പറഞ്ഞു, സ്തോത്രം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ സ്തോത്രം ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല. എന്നാൽ കർത്താവ് പറയാ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ. അപ്പൊ പിതാവിന്റെ ഭവനത്തിൽ എന്തുണ്ട്? അനേക വാസസ്ഥലമുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് തന്നാ പോരെ? പക്ഷെ കർത്താവ് പറയാ, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് പുതിയത് നിങ്ങൾക്ക് തരും. ഇതുവരെ ഉണ്ടായിരുന്നതല്ല, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തത്. പിതാവിന്റെ ഭവനത്തിലെ പിതാവിന്റെ രാജ്യത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. സ്തോത്രം. പക്ഷെ കർത്താവ് നമുക്ക് തരുന്നത് സ്തോത്രം, പുതിയത് നമുക്ക് തരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പഴയത് മതി കർത്താവേ. ഞാൻ പറഞ്ഞത്, കർത്താവ് പുതിയത് തരും. കർത്താവ് നമുക്ക് എന്ത് തരും? വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് അല്പമായിട്ടല്ല തരാം, കർത്താവ് പുതിയത് തരും. വിശ്വസിക്കുന്നവർ, അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയത് തരും. നിങ്ങൾക്ക് വേണ്ടി ചിലത് പണിതുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുന്നു. ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പകൽ എനിക്ക് അറിയത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് പറയാ, ഞാൻ പുതിയത് തരും, ഞാൻ അത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. പക്ഷെ ഒരിക്കൽ നിങ്ങളുടെ കയ്യിൽ തരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം പറയും, അത് ഇന്നാണ് അതിന്റെ പണി പൂർത്തിയായെങ്കിൽ ദൈവകുഞ്ഞ് ഇന്ന് നിന്റെ കരത്തിൽ തരും, ഇന്ന് നിങ്ങളുടെ കരത്തിൽ തരും. ഹല്ലേലൂയ. ഇത് ലേറ്റ് ആക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ദൈവം പുതിയത് പണിതുകൊണ്ടിരിക്കുക. ദൈവത്തിന് എപ്പോഴും ആണെങ്കിലും അതിന്റെ പണി ഫിനിഷ് ആക്കാം. പക്ഷെ ഇത് ലേറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ, വചനം പറഞ്ഞു, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വൈകിയാലും വരും. അതിനായി എന്ത് ചെയ്യണം? ഈ വൈകിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയല്ല, അത് നമ്മുടെ പദ്ധതി. ഇത് വൈകിക്കരുത്. സ്തോത്രം. പണി എപ്പോൾ ഫിനിഷ് ആകണമെന്ന് നമ്മളിവിടെ തീരുമാനിക്കണം. നമ്മൾ റെഡി ആണെങ്കിൽ, പ്രബോധനം കേട്ടതുപോലെ നമ്മൾ ക്ലിയർ ആയാൽ പണി ഫിനിഷാ. സ്തോത്രം. ഹല്ലേലൂയ. പലതും ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുക, പക്ഷെ നമ്മൾ ക്ലിയർ ആകാതെ തരാൻ പറ്റുകയില്ല. സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം എല്ലാവരും പ്രാർത്ഥന ഒരു അല്പസമയം ഇന്ന് പകൽ നിങ്ങൾ ചിന്തിച്ചു, കർത്താവ് ഇന്ന് പകൽ എനിക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ലൈഫിൽ ദൈവം പുതിയതൊന്ന് ചെയ്യും. കർത്താവ് പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞു. കർത്താവ് ഒന്ന് പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവന്മാർ, അവർ ദൈവത്തിൻ്റെ. അപ്പോ കർത്താവ് പോകുന്നതിന് മുമ്പ് 2 കാര്യം പറഞ്ഞു. ഒന്ന്, സമാധാനം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക്. അപ്പം ദൈവം നമ്മുടെ കയ്യിൽ ഒരു സമാധാനം തന്നിട്ടുണ്ട്. അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ വർദ്ധിപ്പിക്കണം. ദൈവം നമ്മുടെ കയ്യിൽ തന്ന സമാധാനം, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വർദ്ധിപ്പിക്കാൻ പറ്റും. ദൈവം വർദ്ധിപ്പിക്കാൻ പറഞ്ഞത്, ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, സമാധാനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഉണ്ടാകുന്നതല്ല, ഉണ്ടായിരിക്കുന്നത്. ഇത് വർദ്ധിക്കും, ഇത് ഉണ്ടാക്കണം. അടുത്ത് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ ഹൃദയം. സ്തോത്രം. ദൈവം പറഞ്ഞിട്ട് പോയൊരു കാര്യം, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്. അപ്പോ വേറെ ഒന്നും കലങ്ങരുതെന്ന് പറഞ്ഞില്ല. ഹൃദയത്തെ എന്ത് ചെയ്യണം? ഇത് കലങ്ങാതിരിക്കണമെങ്കിൽ ഹൃദയത്തെ എന്ത് ചെയ്യണം? എന്തിന് ദൈവം ഹൃദയം കലങ്ങരുതെന്ന് പറഞ്ഞത്? ഈ ഹൃദയം കലങ്ങാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്?
അമേൻ. ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യം 2-ാം അധ്യായം അമേൻ അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഹൃദയത്തിനകത്ത് എന്താ ഇരിക്കുന്നത്? ഇത് കലങ്ങാതിരിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താ? ഹൃദയത്തിൽ എന്താ ഉള്ളത്? ഹൃദയത്തിൽ പറഞ്ഞേ, ഹൃദയത്തിലാണ് എന്തിരിക്കുന്നത്? ബോധം. ഒരു മനുഷ്യന്റെ ബോധം ഇരിക്കുന്നത് എവിടെയാ? ഞാൻ പറയാം, എത്ര അന്യഭാഷയിൽ ആരാധിച്ചാലും പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ഹൃദയം കലങ്ങിയ എല്ലാം പോയി. നമ്മുടെ പ്രയത്നം, നമ്മുടെ അധ്വാനം, ഒരു സെക്കൻഡ് ഹൃദയം കലങ്ങിയാൽ എല്ലാം പോയി. ദൈവം പറയാ, 2 തീമോഥെയോസ് 1:7 പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നെ. വെറും ബോധമല്ല, സുബോധത്തിന്റെ ആത്മാവ്. സുബോധം നമുക്ക് എന്തുണ്ട്? അപ്പൊ സുബോധം, എല്ലാത്തിനെ കുറിച്ച് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം, കൃപ, അവൻ ആ സുബോധം ദൈവം നമുക്ക് തന്നിരിക്കുക. അപ്പൊ ഈ സുബോധം എവിടെയാ ഇരിക്കുന്നത് വെച്ചാൽ, ഇത് കണ്ണിലല്ല, തലയിലല്ല, ഇതെവിടെയാ ഇരിക്കുന്നത്? ഇത് ഹൃദയത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങാതെ വണ്ണം എന്ത് ചെയ്യണം? നിങ്ങളിതിനെ സൂക്ഷിക്കണം. ദൂതൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കുളം കലക്കും. അപ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ എന്ത് ചെയ്യും? അപ്പൊ ഈ ദൂതൻ ദിവസം എപ്പോഴും ഇറങ്ങത്തില്ല, വല്ലപ്പോഴും എന്ത് ചെയ്യും? ഈ കുളം കലങ്ങുമ്പോ ആദ്യം ഇറങ്ങുന്നവൻ എന്ത് ചെയ്യും? ആ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഈ കലക്ക വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സൗഖ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ല. സ്തോത്രം. പക്ഷെ ഈ പുഴയിലൊക്കെ വെള്ളം കലങ്ങുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നേ? മീനിറങ്ങും. അപ്പോൾ ഈ തക്കം നോക്കിയിരിക്കും. എന്തിനാ? കലക്കിയാൽ എന്തിറങ്ങും? മീന്. അപ്പൊ ചൂണ്ടയിടുന്നവന് അവൻ ആഗ്രഹിക്കുന്ന സാധനം എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ ചിലതിനെ പുറത്താക്കണമെന്ന്. നമുക്ക് രക്ഷപ്പെടണം. 2026 മാർച്ച് മാസം 1-ാം തീയതി പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നത്, കുഞ്ഞേ, നിന്റെ നന്മയെ തടയുന്ന, നിന്റെ അനുഗ്രഹത്തെ തടയുന്ന ഇടയ്ക്കിടെ നിന്റെ ഹൃദയത്തെ കലക്കുന്നതിന് ഇന്ന് പകൽക്കാലം നീ പുറത്താക്കിയാൽ അവൻ കർത്താവ് പറയാ, ഞാൻ പുതിയത് മാർച്ച് മാസം നീ കാണാൻ പോകുന്നത് ഇതുവരെ കണ്ടതല്ല, ഇന്നുവരെ കാണാത്ത ചില പുതിയത് നിന്റെ വീട്ടിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറക്കകത്ത്, നിന്റെ കരത്തിൽ ചിലത് കാണത്തക്കവണ്ണം അവൻ വെളിപ്പെടുവാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ദൂത് വരുമ്പോൾ അവൻ പാസ്റ്റർ എന്നെ പറഞ്ഞതാണെന്ന് വിചാരിക്കരുത്. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കൂടെ കൂടെ നിന്റെ ഹൃദയത്തെ കലക്കി നിന്റെ നന്മയെ തടയുന്ന, നിന്റെ അനുഗ്രഹത്തെ തടയുന്ന, നിന്റെ വാഗ്ദത്തങ്ങളെ തടയുന്ന അവൻ ദുരാത്മാവിന്റെ മണ്ഡലങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് പുറത്താകണം. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഈ ആരാധനക്കകത്തിറങ്ങുന്നത് ഞാൻ എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു. ഇന്ന് പകൽ വിടുതൽ ഇതിനകത്ത് നടക്കുക, ഇന്ന് പകൽ ഇതിനകത്ത് വിടുതൽ നടക്കുക. ചില ശരീരങ്ങളിൽ, ചില ഹൃദയങ്ങളിൽ അവൻ ഇന്ന് പകൽ നിന്റെ ഹൃദയം കലങ്ങിയത് മുഖാന്തരം നിന്റെ ശരീരത്തിലുണ്ടായത്, നിന്റെ കുടുംബത്തിലുണ്ടായത്, നിന്റെ തലമുറക്കകത്തുണ്ടായത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ, വീടുകൾ വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽ വീട്ടുകൊടുക്കുക. കർത്താവ് എന്താണ് നമ്മുടെ ലൈഫിൽ? ഞാൻ പറയാം, ദൈവത്തിന് ഒരു സെക്കൻഡ് മതി നമ്മുടെ ലൈഫിനെ മാറ്റാൻ, നമ്മുടെ ചരിത്രങ്ങളെ മാറ്റാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും അവൻ ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ചിട്ടും സുവിശേഷ വേല ചെയ്യാൻ മനസ്സില്ല.
ആമേൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഒരു സാന്നിധ്യം, ഒരു ദൈവമഹത്വം എൻ്റെ മേൽ വീണപ്പോൾ ആമേൻ എൻ്റെ ചരിത്രം മാറി മറിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഇതിനകത്തുനിന്ന് ദൂത് പറയും, ദൈവകുഞ്ഞേ, ഒരു മഹത്വം നിന്റെ മേൽ വീണ ഇന്ന് പകൽ നിന്റെ ചരിത്രം മാറും. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറും. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ കാണുന്നത് പോലെയല്ല, മനുഷ്യൻ പുറമേയുള്ളത് കാണുമ്പോൾ ഇന്ന് പകൽ നിന്റെ ഉള്ളറിയുന്ന, നിന്റെ ഹൃദയം കാണുന്ന, ആമേൻ സ്തോത്രം, നിന്റെ കലകിയ മനസ്സ് കാണുന്ന ഒരുവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്താ പറയാ? ഹൃദയം കലങ്ങരുത് എന്നു പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ഹൃദയത്തിനകത്താണ് ദൈവം ബോധം വെച്ചിരിക്കുന്നത്. സകലതും തിരിച്ചറിയുവാനുള്ള തിരിച്ചറിവ് വെച്ചിരിക്കുന്ന ഹൃദയത്തിലാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നിന്റെ ഹൃദയം കലങ്ങരുത്. ഞാൻ വേഗത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഓരോന്നോട്ട് പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് പറഞ്ഞു, ജ്ഞാനത്തിന് നിന്റെ ഹൃദയം, ആമേൻ, ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കേണ്ടതിന്. അപ്പോൾ ജ്ഞാനം എവിടെ ഇരിക്കുന്നേ? സദൃശവാക്യം 2:10. ജ്ഞാനം എവിടെ ഇരിക്കുന്നേ? സകലത്തെയും ഗ്രഹിക്കുവാനുള്ള ജ്ഞാനം ഇത് നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഹൃദയം കലങ്ങിയാൽ നമുക്ക് ഒരു ജ്ഞാനം, ഒരു അറിവും നമുക്ക് ഹല്ലേലൂയ ആമേൻ ദൈവത്തെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ ഇതൊന്നും ഒരു ബോധം കാണത്തില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് പറയാം 3:1. മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അപ്പൊ കൽപ്പന ഇരിക്കുന്നത് എവിടെയാ? ദൈവത്തിന്റെ കൽപ്പന ഇരിക്കുന്നത് എവിടെയാ? നമ്മുടെ ഹൃദയത്തിലാ. ദൈവം പറഞ്ഞു, എൻ്റെ വചനം ഇരിക്കുന്നത് നിന്റെ ഹൃദയത്തിലാ. അതുകൊണ്ട് ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനമകത്തിരുന്നാൽ അവൻ പിശാചിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അവൻ വചനമകത്തുണ്ടോ ദൈവകുഞ്ഞെ നിന്നെ തൊടാൻ പറ്റത്തില്ല, നിന്നെ പിശാചിന് ജയിക്കാൻ പറ്റില്ല. കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാക്കി എന്ത് ചെയ്യണം? നീ ഇപ്പൊ ഭക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായ കാര്യമല്ല. പക്ഷെ അകത്ത് അവൻ വചനമായവൻ ആമേൻ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലടോ ജീവിക്കുന്നത്. ഇന്ന് പകൽ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിലിരുന്നാൽ ആമേൻ സ്തോത്രം, അവൻ ഒരു പിശാച് നിന്നെ ജയിക്കത്തില്ല, ഒരു സാത്താൻ നിന്നെ ജയിക്കത്തില്ല. ഇന്ന് പകൽ നീ തോക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്, നിന്നെ ജയിക്കാൻ വിളിച്ചത്. നമ്മൾ ജയാളിയായി മാറണമെങ്കിൽ വചനമാകത്തിരിക്കണം. പക്ഷെ ഹൃദയം കലങ്ങിയ ഒരു വചനവും വരില്ല. വചനം വരണമെങ്കിൽ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ആരെ സൂക്ഷിക്കണം? ഹൃദയം സൂക്ഷിക്കണം. ആമേൻ സ്തോത്രം. നമ്മൾ ഹൃദയത്തിന്റെ കാവൽക്കാരായി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കലങ്ങുന്ന ഒരു വിഷയം അകത്തോട്ട് എന്ത് ചെയ്യരുത്? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരു വേലി കെട്ടി അതിന് പുറത്താക്കണം. ആമേൻ സ്തോത്രം. നമ്മുടെ ഹൃദയം ഉത്സവ പറമ്പല്ല. നമ്മുടെ ഹൃദയം ദൈവകുഞ്ഞ, നിന്റെ ഹൃദയം ഉത്സവ പറമ്പല്ല. ഉത്സവ പറമ്പിനൊരു പ്രത്യേകത. ആർക്ക് വേണമെങ്കിലും കയറാം, ആർക്ക് വേണമെങ്കിലും അവിടെ ഇരിക്കാം, ആർക്ക് വേണമെങ്കിലും കിടക്കാം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഇരുന്ന് വെള്ളം അടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ, നിന്റെ ഹൃദയം ഒരു ഉത്സവ പറമ്പല്ല. ആർക്കും കയറി വന്ന് ആമേൻ ഹല്ലേലൂയ അതിനകത്ത് പ്രവേശിക്കാനും ആമേൻ നിന്റെ ഹൃദയത്തെ കലക്കാനും ആമേൻ ഹല്ലേലൂയ ഇന്ന് പകൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ തുറന്നിട്ടൊരു ചന്തയല്ല. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ, നിന്റെ ഹൃദയം ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അടുത്ത പറയുന്നു, ദയയും വിശ്വസ്തതയും നിന്റെ വിട്ടുമാറരുത്, അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക. നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എന്തെഴുതണം? ദയയും മനസ്സലിവ്. ദയ കാണിക്കണം. ആരോട് ദയ കാണിക്കണം? ആരോട് ദയ കാണിക്കണം? കൃഷ്ണാവ് പറഞ്ഞില്ല, ആരോട് ദയ കാണിക്കണം? ആരോട് ദയ കാണിക്കണം? കേട്ടില്ല. സഹോദരങ്ങളോടെല്ലാം നമ്മൾ ആദ്യം കുടുംബത്തിൽ ദയ കാണിക്കണം.
സ്തോത്രം. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നിനക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ. അപ്പൊ കാണുന്ന സഹോദരൻ ആരാ? രാവിലെ കണ്ണു തുറന്ന് കാണുന്ന ആരെയാ? വിജാൻ പറഞ്ഞു രാവിലെ കണ്ണു തുറന്ന് കാണുന്നത് ആന്റിയാന്ന്. സ്തോത്രം. ആന്റി എത്ര ഭാഗ്യമുള്ള ആളാ. രാവിലെ പലരും കണ്ണു തുറന്ന് കാണുന്നത് വാട്സപ്പാ. അച്ഛൻ കണ്ണു തുറന്ന് ആന്റിയെ കണ്ടല്ലോ. സ്തോത്രം. അപ്പൊ ആരോട് ആദ്യം ദയ കാണിക്കണം? ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്. അത് കുടുംബത്തിൽ എന്ത് ചെയ്യണം? ഈ ദയ എവിടെ ഇരിക്കുന്നത്? ഇത് കലങ്ങിയ പിന്നെ കാണിക്കാൻ പറ്റും. ദയ കാണിക്കണം, ദയ കാണിക്കണം. ആരോട് ദയ കാണിക്കണം? ഭർത്താവിനോട് ദയ കാണിക്കണം. ഇന്ന് പകൽ നമ്മൾ പുറമെ കാണുമ്പോൾ നമ്മുടെ അകമെ കാണുന്ന ഒരുവൻ വന്നിട്ടുണ്ട്. നമ്മുടെ അകമറിയുന്നൊരു ദൈവം. ഞാൻ പറയാം, ജോസ് പാസ്റ്റർ ചിലപ്പോൾ പ്രസംഗിച്ചാൽ നിങ്ങളുടെ പുറമേ കാണും, പക്ഷേ അകമേ കാണുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറയാം, ദൈവകുഞ്ഞെ, ആമേ സ്തോത്ര ഹല്ലേലൂയ. പുറമേ നമ്മൾ എങ്ങനെ വിധിക്കപ്പെട്ടാലും നമ്മുടെ അകം കാണുന്നൊരു ദൈവമുണ്ട്. ദയയും വിശ്വസ്തതയും നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിന്റെ പലകയിൽ എന്ത് ചെയ്യണം? എഴുതണം. ഞാൻ പറഞ്ഞു, ഇതുവരെ എഴുതാത്തവർ ഇന്ന് എഴുതണം. എനിക്കൊന്നും മറക്കാനില്ല. എൻ്റെ ഹൃദയം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാം, ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ എനിക്ക് നിൽക്കണം. എൻ്റെ ഭാര്യയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ മുമ്പിലും മറപ്പൊരുളില്ലാതെ. ഞാൻ പറഞ്ഞു, നമ്മുടെ ഹൃദയങ്ങളെ കാണുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വിശ്വസ്തത ഹൃദയത്തിനകത്തുണ്ട്. ആമേൻ. ദയ നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, വചനം പറഞ്ഞു, നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എന്ത് ചെയ്യണം? ആമേൻ. ദയയും വിശ്വസ്തതയും എഴുതണം. ആരോട്? ആരോട്? ഒന്നാമത് നമ്മളെ കുടുംബത്തിലുള്ളവരോട്, രണ്ട് ദൈവത്തോട്. എന്തിനാണെന്നറിയാമോ? ഈ ദയയും വിശ്വസ്തതയും നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിൽ പരാജയപ്പെടും, സമൂഹത്തിൽ പരാജയപ്പെടും, ദൈവത്തിന് മുമ്പിൽ പരാജയപ്പെടും. അതുകൊണ്ട് പിശാച് പലപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ പ്രിന്റെല്ലാം പണ്ടെല്ലാം ഇങ്ങനെയായിരുന്നു. പണ്ടെല്ലാം ഇങ്ങനെ എഴുതിയിരുന്നു, ആർക്കും വേണമെങ്കിലും വായിക്കാം. ഇപ്പൊ ഹൃദയം കലങ്ങിയപ്പോൾ വായിക്കാൻ കാണാമോ? സ്റ്റൈൽ പറഞ്ഞ കാണാമോ? ആന്റി കാണാമോ? ഹൃദയം കലങ്ങിയില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ആർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഭർത്താവിനെ വായിക്കാൻ പറ്റും, ഭാര്യയെ വായിക്കാൻ പറ്റും, മക്കളെ വായിക്കാൻ പറ്റും. പക്ഷെ ഹൃദയം കലങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്നെ ബ്ലാങ്ക് പേപ്പറാ, ഇത് വായിക്കാൻ പറ്റില്ല. ഇതെന്താ? ഇതിന്റെ അപ്പുറത്ത് എഴുത്തുണ്ട്, എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഇന്ന് പകൽ അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല. ഇവിടെയാ പിശാച് നമ്മളെ മുതലെടുക്കുന്നത്. ഇവിടെയാണ് നമ്മളെ, ആമേൻ സ്തോത്രം, നമ്മുടെ അനുഗ്രഹത്തെ തടഞ്ഞു വയ്ക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ വാഗ്ദത്തത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ സ്തോത്രം, അവിടെയാ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, 3:5 വാക്യത്തിൽ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. അപ്പൊ ദൈവത്തിലുള്ള ആശ്രയം എവിടെയാ? നമ്മുടെ ആശ്രയം ഹൃദയത്തിലാ. ഹൃദയം കൊണ്ടാ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. അപ്പൊ ഹൃദയം കലങ്ങിയാൽ ദൈവത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ആശ്രയിക്കാൻ പറ്റില്ല. ഇനി എന്തായാലും ഇറങ്ങി തിരിച്ചു, ദൈവം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഇങ്ങനെ പറഞ്ഞു വിടാനല്ല. സ്തോത്രം. ആശ്രയം പോയി പോകും. ഹൃദയം കലങ്ങിയാൽ ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ സ്വയത്തിലോട്ടിറങ്ങും. സ്വയത്തിലിറങ്ങിയാൽ, ആമേൻ സ്തോത്രം, നമുക്ക് തന്നെ നമ്മളൊരു ലോക്കാവും. എന്ന് പറഞ്ഞാൽ, ആമേൻ സ്തോത്രം, പിന്നെ നമുക്ക് പ്രാഗൽഭ്യം നഷ്ടപ്പെടും, പ്രാർത്ഥന നഷ്ടപ്പെടും, ഉപവാസം നഷ്ടപ്പെടും, പ്രത്യാശ നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽക്കാലം
ദൈവത്തിലുള്ള ആശ്രയം. ഇന്ന് പകൽക്കാലം ആരെല്ലാം നമ്മളെ വിട്ടുപോയാലും നമ്മളെ വിട്ടുപോകാത്ത ഒരു നല്ല ആശ്രയം ഇന്ന് പകൽക്കാലം നമുക്കുണ്ട്. ഇന്ന് പകൽ അവൻ നമ്മളെ ഒരു നാളും കൈവിടത്തില്ല, അവൻ നമ്മളെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞേ, ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം, നിന്റെ ആശ്രയം നിന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നെങ്കിൽ, എന്റെ ദൈവത്തിലുള്ള ആശ്രയം നിന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നെങ്കിൽ, എന്റെ ദൈവം പറയാ, നിന്റെ ഹൃദയം കലങ്ങി പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ എന്നെ പഠിപ്പിച്ചു, എന്നോട് പറഞ്ഞത്, എന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക. അപ്പൊ വചനത്തെ സംഗ്രഹിക്കാൻ കൂട്ടിവെക്കുന്നത് എവിടെയാ? ഹൃദയത്തിലാ. ഞാൻ പറയുന്നു, ഇന്ന് പകൽ ഈ വചനം നമ്മുടെ അകത്ത് കയറിയാൽ, നിങ്ങളെ നോക്കി എനിക്ക് ഒരൊറ്റ ദൂതേ പറയാനുള്ളൂ, കർത്താവ് പുതിയത് ചെയ്യും. പഴയതല്ല. പഴയതിനകത്ത് ഒരുപാട് നിരാശയുണ്ട്. പഴയതിനകത്ത്, സ്തോത്രം, ബർത്തിമായിയോട് ചോദിച്ചാൽ പറയും, കൂനിയായ സ്ത്രീയോട് ചോദിച്ചാൽ പറയും, പഴയത് ചോദിച്ചാൽ പറയും, ആമേൻ, സ്തോത്രം, 18 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ കൂനി നടക്കുക, ആരും ഒരു കൈ സഹായം ഇല്ലായിരുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവൻ എനിക്ക് സ്വന്തമായി എല്ലായിടത്തും പോകാൻ പല കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ ഇന്ന് വന്നത് നിന്റെ ലൈഫിൽ പുതിയതൊന്ന് ചെയ്യാനും. പുതിയത് ദൈവം ചെയ്താൽ ഇനി നീ കൂനിയിരിക്കത്തില്ല. ആമേൻ, നീ ഇനി നിവരെ നിൽക്കും. ഹല്ലേലൂയ. ദൈവം പുതിയത് ചെയ്താൽ, കർത്താവ് വന്നത്, ആമേൻ, ദൂതനുമായിട്ട് വന്നത് വീണ്ടും കുറെ കൂടെ കലക്കാനല്ല, ഇന്ന് ആ കലക്കൊല്ലൊന്ന് തെളിയണം. സ്തോത്രം. ഞാൻ പറഞ്ഞത്, ദൈവമക്കളെ, നമുക്ക് ഒരു ലൈഫേ ഉള്ളെന്ന്. അടുത്ത ആഴ്ച ഈ ആരാധനയിൽ ഉണ്ടാകുമെന്ന് എത്ര പേർക്ക് ഉറപ്പ് പറയാൻ പറ്റും? നമുക്കൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, നമ്മൾ ആർക്കും ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം, ആമേൻ, ആമേൻ, പിശാചിന് കലക്കാൻ വിട്ടുകൊടുക്കരുത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു നിയോഗമുണ്ട്. ഈ പട്ടണത്തിൽ നിങ്ങളുടെ തല കുനിഞ്ഞിരിക്കാനല്ല, നിങ്ങളുടെ തല കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർന്നിരിപ്പാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ, ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഇന്ന് പകൽ, ആമേൻ, നിങ്ങളെ വിട്ടുകൊടുക്കരുത്. ദൈവത്തിന്റെ സന്നിധി നിങ്ങളെ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ, ആമേൻ. എന്റെ വചനം നിന്റെ ഹൃദയത്തിൽ സംഭരിക്കണം. ഈ കേൾക്കുന്ന ദൂത് എവിടെ പിടിക്കണം? ഹൃദയത്തിൽ പിടിക്കണം. പക്ഷെ ഹൃദയം കലങ്ങിയാൽ ഇതൊന്നും പിടിക്കാൻ പറ്റിയല്ല. കർത്താവ് പറഞ്ഞു, പ്രവചനം തുച്ഛീകരിക്കരുത്. നല്ലത് എന്താ? ഈ പ്രവചനം തുച്ഛീകരിക്കരുത്, നല്ലത്. അപ്പൊ പ്രവചനത്തിൽ നല്ലത് മുറുകെ പിടിക്കുക, തീയത് വിട്ടുകളയുക. അതെന്താ? പ്രവചനത്തിനകത്ത് നല്ലതും തീയതും ഉണ്ടോ? എന്താ നല്ലത് പിടിച്ചിട്ട് തീയതിനെ വിട്ടുകളയാൻ പറഞ്ഞേ? അപ്പൊ പ്രവചനത്തിനകത്ത് അരുതാത്തതുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരു പ്രവചനം വരുമ്പോൾ, ഒരു വചനം വരുമ്പോൾ, അത് ഒരാളെ ലക്ഷ്യമാക്കിയ വരുന്നേ. ഇവിടെ പ്രസംഗിക്കുന്ന ഒരു വചനം, അത് നന്മയാകട്ടെ, അനുഗ്രഹമാകട്ടെ, ക്ലിയർ ആകാനുള്ളതാകട്ടെ, ഇത് ചിലരെ ലക്ഷ്യം വെച്ചാ വരുന്നേ. ഇത് ജോസ് പാസ്റ്റർ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗമില്ല. പരിശുദ്ധാത്മാവ് ഒരു ദിവസം, ആമേൻ, നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരുക്കി തരുന്നതാ. ഇത് ഒരാളെ ഇത് ലക്ഷ്യം വെച്ച് വരുമ്പോൾ, ആമേൻ, ആരുടെ അടുക്കലാണ് ആ വചനം വരുന്നത്, അവൻ പിടിക്കണം. അത് അടുത്തിരിക്കുന്നവൻ പിടിക്കരുത്. അത് പിടിച്ചാൽ അത് തിന്മയാ. ഒരു വചനം വന്നാൽ എനിക്ക് മാനസാന്തരത്തിനുള്ളതാണെങ്കിൽ, എനിക്ക് ബ്ലെസ്സിങ്ങിനുള്ളതാണെങ്കിൽ എനിക്കറിയാൻ പറ്റും, ഞാൻ അതിനെ പിടിക്കും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവര്, ഇതെന്തിനാ അങ്ങനെ പ്രസംഗിക്കുന്നത്? ഇത് തീയത്. നമുക്കല്ലാത്തത് നമ്മൾ വിട്ടുകളയാ, നമുക്കുള്ളത് മാത്രം എന്ത് ചെയ്യാം? നമുക്കുള്ളത് പിടിച്ചാൽ എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്കുള്ളത് പിടിച്ചാൽ ആരാധന കഴിഞ്ഞ്, യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. ഹല്ലേലൂയ. നമ്മൾ പാട്ട് പാടി ഹൃദയം സന്തോഷിച്ചു പോകും. വേണ്ടാത്തത് പിടിച്ചാൽ ഹൃദയം കലങ്ങി,
ആകെപ്പാടെ പരുവക്കേട് പിടിച്ചു പോകും. ഇന്ന് പകൽ പരുവക്കേട് പിടിക്കാനല്ല പരിശുദ്ധാത്മാവ് നമ്മളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ആഗ്രഹം, ദൈവകുഞ്ഞ് ഇന്നു വരെ നിന്റെ ചരിത്രത്തിൽ കാണാത്ത ഒരു ദൈവമഹത്വം ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ പകർന്നുകൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പഴയ വഴിയിൽ ഇരിക്കാനല്ല, ആമേൻ സ്തോത്രം പഴയ വഴിയിലിരുന്ന് ഒരു യാചകനെ പോലെ കൈനീട്ടാനല്ല, ഇന്ന് പകൽക്കാലം തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് പകൽ ദൈവം ചിലത് പുതിയത് നമുക്ക് വേണ്ടിച്ചു. എന്റെ വചനം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക. അവൻ അടുത്ത് പറയുന്നു, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അതിനെ സൂക്ഷിക്കണം. അപ്പൊ നല്ല വചനങ്ങളും നല്ല ദൂതുകളും എന്ത് ചെയ്യണം? ഹൃദയത്തിൽ. അപ്പൊ നല്ലതേ ഹൃദയത്തിൽ എന്ത് ചെയ്യാവൂ? നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ വചനത്തെ എന്ത് ചെയ്യണം? നല്ലത് സൂക്ഷിച്ചു വെക്കണം, വേണ്ടാത്തത് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നമ്മളെ സന്തോഷിപ്പിക്കാത്ത, നമ്മളെ സ്തോത്രം നമ്മുടെ ഹൃദയത്തിന് പ്രാഗൽഭ്യം തരാത്ത, നമ്മുടെ ഉന്മേഷത്തെ കെടുത്തുന്നതിനെ നമുക്ക് വേണ്ടെന്ന് അതിനെ വലിച്ചുകളാ. അതിനെ വലിച്ചുകളാ. പഴയ നിരാശക്കകത്തിരിക്കാനല്ല, പണ്ട് പറഞ്ഞ കാര്യം ഓർത്തിരിക്കാനല്ല, പഴയതിനെ നീ മുറുകെ പിടിച്ചുകൊണ്ട് ആയുസ്സിനെ ഇല്ലാതാക്കാതെ ഇന്ന് പകൽ ദൈവം പറയാ, അതിനെ നീ വിട്ടുകളാ. നല്ലതിനെ മുറുകെ പിടി. നല്ലത് മുറുകെ പിടിച്ചാൽ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. യാഗത്ത് സന്തോഷം വന്ന പിന്നെ എപ്പോഴും പാട്ട് പാടും, എപ്പോഴും. ഇത്രയും സിസ്റ്റം വെച്ചിട്ട് കൂടെ പാടാത്തവരുണ്ട്. സന്തോഷം വന്നാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നിരാശപ്പെടുന്നവൻ നിരാശപ്പെട്ട് പഠനത കടന്ന് കർത്താവ് പറയാ, സന്തോഷിക്ക്. അടുത്തിരിക്കുന്ന ഒരാളുടെ കരം കൊടുത്തിട്ട് ചോദിച്ചു, സന്തോഷമുണ്ടോ? ആ ഇരിപ്പ് കണ്ടിട്ടാ ഞാൻ ഇത് പറയുന്നത്. ഷാജി പറഞ്ഞ സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? എന്നിട്ട് ചിരിക്കാത്തവരുണ്ട്. സന്തോഷമുണ്ടോ? വേണ്ടാത്തൊക്കെ പിടിച്ചോണ്ടിരിക്കരുത്, നല്ലതിനെ പിടിക്കണം. അപ്പോൾ നമ്മൾക്ക് സന്തോഷം ഉണ്ടാകും. നല്ലത് പിടിക്കാൻ ഇരിക്കുന്നവന്റെ മുഖം കണ്ടാൽ അറിയാം. എന്തിനാ ആയുസ് വെറുതെ കളഞ്ഞേ? നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. നാളെ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ പിടിച്ചു വെച്ച് സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ സീനിയർ പാസ്റ്റർ പറഞ്ഞ സൂത്രത്തിൽ സ്വോത്രം പറഞ്ഞുകൊണ്ടിരുന്ന നടക്കുകയല്ല. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വചനത്തിൽ നമുക്കുള്ളതിന് ഇന്ന് പകൽ എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, എൻ്റെ കുടുംബത്തിന് ആനന്ദം തരുന്ന നല്ലതിനെ ഞാൻ പിടിക്കും. നാമൻ വേണ്ടാത്തത് എനിക്ക് വേണ്ടെന്നേ. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത് പറഞ്ഞ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. 4:23 സകല ജാഗ്രതയോടെ. 1,00,000 രൂപ ബാഗിൽ ഇരിക്കുക, താഴെ വയ്ക്കുവോ? താഴെ വെച്ചിട്ടിരിക്കുവോ? എന്താ ബാഗ് വെക്കാത്തതിന്റെ കാരണം? അതിനകത്ത് 1,00,000 രൂപ ഇരിക്കുക. സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്റെ കർത്താവേ സ്തോത്രം. സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഹൃദയം സൂക്ഷിച്ചില്ലെങ്കിൽ ആര് കൊണ്ടുപോകും? കള്ളം കൊണ്ടുപോകും. എന്നേ കൊണ്ടുപോയി. പലരെ ഇരിപ്പ് കണ്ടിട്ട് പണ്ടേ അവൻ അടിച്ചോണ്ട് പോയതാ. സ്തോത്രം. ഇന്ന് പകൽ വിട്ടുകൊടുക്കരുത്, ഹൃദയത്തെ വിട്ടുകൊടുക്കരുത്. 5 സെന്റ് സ്ഥലം വിട്ടുകൊടുത്തോ, കാർ വേണമെങ്കിൽ വിട്ടുകൊടുത്തോ, മൊബൈൽ വേണമെങ്കിൽ വിട്ടുകൊടുത്തോ, പൈസ വേണമെങ്കിൽ വിട്ടുകൊടുത്തോ. പക്ഷെ വിട്ടുകൊടുക്കാത്ത ഹൃദയത്തെ വിട്ടുകൊടുക്കരുത്. ഇന്ന് പകൽക്കാലം ദൈവം പറയാം, അതിനെ കലക്കാൻ നീ സമ്മതിച്ചു കൊടുക്കരുത്. നീ എന്നിൽ വിശ്വസിക്ക്. നീ മറ്റുള്ളവരിൽ വിശ്വസിച്ചപ്പോൾ നിന്റെ ഹൃദയം കലങ്ങിയെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയാ, എന്നിൽ നീ വിശ്വസിച്ച നിന്റെ ഹൃദയം കലങ്ങി പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ പറയും, ഇന്ന് പകൽ ഹൃദയം കലക്കുന്നവന് നീ വിശ്വസിക്കരുത്, നിന്റെ ഹൃദയം വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ, നീ അതിനെ സൂക്ഷിക്കണം സകല ജാഗ്രതയോടെ. സ്തോത്രം. ആമേൻ. ഇന്ത്യൻ അതിർത്തികളിൽ പട്ടാളക്കാർ തോക്കും വെച്ച്, ആമേൻ, ചൈനയുടെ അതിർത്തിയിലൊക്കെ ഇന്ത്യൻ പട്ടാളക്കാർ തോക്ക് വെച്ച് കണ്ണിമ വയ്ക്കാതെ അവർ നോക്കിയിരിക്കുന്നത് എന്നറിയുമോ? ഒരു ശത്രു നുഴഞ്ഞ് അതിനകത്ത് കയറാൻ ആമേൻ കഴിയാതെ വണ്ണം അവർ ജാഗ്രതയോടെ ആമേൻ ഇരിക്കുന്നത് പോലെ ദൈവം പറയാ, ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് ആമേൻ നീ ജാഗ്രതയോടെ ഇരിക്കണം. എന്തിനാ ജാഗ്രത? നിന്റെ ഹൃദയത്തെ കലക്കുന്ന വിഷയങ്ങൾ നിന്റെ അകത്തു വരാതെ വണ്ണം ആമേൻ സ്തോത്രം നീ ജാഗ്രതയുള്ളവരാകണം. 23:12 പറഞ്ഞു, നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കാം. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യണം? പ്രബോധനത്തിനും ദൈവത്തിൻ്റെ വചന പരിജ്ഞാനത്തിനും നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അടുത്ത് പറയാ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം കലങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്നല്ല. ഹൃദയം കലങ്ങിയവർക്കല്ല ദൈവ സമീപസ്ഥൻ. ഇതിനെ പറയാ, ഹൃദയം നുറുങ്ങിയവർക്ക്. ഹൃദയം കലങ്ങിയവർക്കല്ല. ഞാൻ പറഞ്ഞു, ഹൃദയം കലങ്ങി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല. കാരണം നമ്മുടെ കുഞ്ഞിന് ഒരു കാർ മേടിച്ചു കൊടുത്തതാണ്. അവൻ ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു പൊളിച്ചു കളഞ്ഞു. പിന്നെ അവൻ കാറിന് ആമേ കരഞ്ഞാൽ എന്തായിരിക്കും? വാങ്ങിക്കൊടുക്കോ? അപ്പൊ ഹൃദയം കലങ്ങിയവർക്കല്ല ദൈവ സമീപസ്ഥൻ. ഹൃദയം കലങ്ങിയല്ല പ്രാർത്ഥന, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ ദൈവം ആരാ? ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഹൃദയം കലങ്ങിയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. ഹൃദയം നുറുങ്ങിയാണോ പ്രാർത്ഥിക്കുന്നത്? ദൈവകുഞ്ഞെ, നീ വീട്ടിനകത്തോ പള്ളിക്കകത്തോ എവിടെയായിരുന്നാലും നിന്റെ സമീപസ്ഥനായി ഇന്ന് പകൽക്കാലം ഒരുവൻ ഇറങ്ങി വരും. ഇതിനകത്ത് ഹൃദയം കലങ്ങിയല്ല ഇരിക്കേണ്ട ദൈവകുഞ്ഞെ. നീ ഹൃദയം നുറുങ്ങിയിരുന്നാൽ അവൻ നിനക്ക് വേണ്ടി സർവശക്തൻ, അവൻ നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നിന്റെ ഹൃദയം കലങ്ങരുത്, നിന്റെ ഹൃദയം നുറുങ്ങുക. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽ എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എൻ്റെ ധ്യാനത്തിൽ തീ ഇന്ന് പകൽ ഒരു തീ കത്തണം. ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ എന്ത് വരണം? ചൂട് പിടിക്കണം. ഇന്ന് പകൽ ചൂട് പിടിക്കണം, ഹൃദയത്തിനകത്ത് ചൂട് പിടിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളെ ധ്യാനത്തിങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ, നിങ്ങളുടെ യാഗത്തിൽ ദൈവത്തിൻ്റെ തീ പിടിച്ചാൽ ഒരശുദ്ധിക്കും പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. ദൈവകുഞ്ഞ, നിന്റെ യാഗം ദൈവത്തിന് പൂർണ്ണമായാൽ, ദൈവത്തിന് പ്രസാദമായാൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ പറയുന്നു, ദൈവം പുതിയത് ഒന്ന് ചെയ്യും. ഈ ദൈവം ഹൃദയം സൂക്ഷിക്കാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതിനെ നിങ്ങൾ സൂക്ഷിക്കാൻ പറയുന്നതിന്റെ കാരണം സദൃശവാക്യം 6:14 പറയുന്നു, അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്, അവൻ എല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു. അപ്പൊ കലങ്ങിയാൽ പിശാച് കയറും. അവൻ ഹൃദയത്തിൽ ആര് കയറും? വക്രത കയറിയാൽ എന്ത് ചെയ്യും? അവൻ ദോഷം നിരൂപിച്ച്, അവൻ ഹൃദയം കലങ്ങിയാൽ വക്രത കയറും, ദോഷം നിരൂപിക്കും. അടുത്ത് പറഞ്ഞു, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. എന്ന് പറയുന്ന നാശത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം നഗളിക്കും. അപ്പോൾ ഹൃദയത്തിനകത്ത് എന്ത് കയറും? നഗളം കയറുന്ന എങ്ങനെയാ? പിശാച് വന്നിട്ട് നമ്മുടെ ഹൃദയത്തെ കലക്കി നമ്മളെ തന്നെ നിഗളിച്ചിട്ട്, ഒരുത്തൻ ഒരു പ്രാവശ്യം നിഗളിച്ചതാ, ദൈവം എന്ത് ചെയ്തു? ദൈവം അവനെ താഴെ ഇട്ട് കളഞ്ഞു. ആമേൻ, സ്തോത്രം. ഞാൻ പറഞ്ഞു, നമ്മുടെ ഹൃദയം നിഗളിച്ചു പോകാതിരിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. ഹൃദയം കലങ്ങാൻ വിട്ടുകൊടുക്കരുത്.
ആമേൻ സ്തോത്രം. ഞാനൊരു വാക്യം കൂടെ വായിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അവസാനമായിട്ട് പറയാം, മകനെ, സദൃശവാക്യം 23:26, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക. കർത്താവ് പറയുന്നത്, മകനെ നിന്റെ ഹൃദയം. അത്തിമരത്തിൻ്റെ ഉയരെയാണോ എന്ന് എനിക്കറിയില്ല. ഹൃദയം ഇവിടെ ഉണ്ടോ? എല്ലാവരും ഹൃദയം ഇവിടെ ഉണ്ടോ? സ്തോത്രം. ചിലരിയ്ക്കുന്നെങ്കിലും ഹൃദയം ഇവിടെ. സ്തോത്രം. ദൈവം പറഞ്ഞു, നിന്റെ ഹൃദയം എനിക്ക്. ദൈവം ചോദിക്കുന്നു, ഇന്ന് പകൽ നിന്റെ ഹൃദയം എനിക്ക് തരിക. ഇത് കലങ്ങാൻ വിട്ടുകൊടുക്കരുത്. നിന്റെ ഹൃദയം എനിക്ക് തന്നാൽ ഞാൻ പുതിയത് നിനക്ക് വേണ്ടി ഒന്നിച്ച് ഇതുവരെ കാണാത്തത് ഞാൻ ചെയ്യും. അടുത്തൊരു വാക്യം കൂടെ നമ്മൾ വായിച്ച് പ്രാർത്ഥിക്കും. ആമേൻ. യേശു അവരോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നത് ഇവിടെ ഉണ്ടാ, ഹൃദയം കൊണ്ടാണ്. അതിന് പൂർണ്ണ ഹൃദയത്തോടും നിന്റെ ഹൃദയം എനിക്ക് തരിക. എന്നിട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ, സത്യം പറഞ്ഞാൽ ദൈവത്തെ, ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. ശരിക്കും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? എന്ത് പ്രശ്നങ്ങളെയും സ്നേഹം എന്ത് ചെയ്യും? സ്നേഹം സകലത്തെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സ്നേഹം ഇല്ലെന്നല്ല പറഞ്ഞേ. നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങോട്ട് പോകാൻ പോവാ? അപ്പം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോവാ. അപ്പൊ കർത്താവ് വാനമേഘത്തിൽ വരുമ്പോൾ നമ്മൾ ലേറ്റായാലോ? സ്തോത്രം. നമ്മുടെ ഹൃദയം സൂക്ഷിക്കാൻ ദൈവമക്കളെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഹൃദയം ഭാരപ്പെടുന്ന ഒരു വിഷയത്തെ അകത്ത് കയറ്റരുത്. വചനം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ നന്നായി സൂക്ഷിക്കണം. വിഷമുണ്ടാക്കാൻ വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ പ്രാഗൽഭ്യത്തെ കുറയ്ക്കുന്ന, നിങ്ങളെ സന്തോഷത്തെ കുറയ്ക്കുന്ന, നിങ്ങളെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരു വിഷയങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഡോറ് തുറന്നു കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് കലക്കുന്ന ദൂതനെ സ്തോത്രം അകത്ത് എന്ത് ചെയ്യരുത്. ദൂതന്റെ കാലം എന്ത് ചെയ്തു? യെരുശലേമിൽ കലക്കിയ ദൂതന്റെ കാലം കഴിഞ്ഞു. ഇന്ന് പകൽ ദൈവമക്കൾ പറയണം, ദൂതന്റെ കാലം കഴിഞ്ഞു. ദൂതന്റെ കാലം കഴിഞ്ഞു. ഇനി കുളം കലക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഹൃദയത്തെ ഉറപ്പിക്കുന്നവൻ ഇരിക്കുമ്പോൾ അവൻ കലക്കാൻ ഞങ്ങൾക്ക് ഒരു ദൂതന്റെ ആവശ്യമില്ല. ഇന്ന് പകൽ അവൻ ചില കലക്കം കാത്തു കിടക്കുകയല്ല. ദൈവകുഞ്ഞ, നിന്റെ ഹൃദയം അവൻ ചില ദൂതന്മാരുടെ കലക്കം കാത്തു കിടക്കാനല്ല. ഇന്ന് പകൽക്കാലം ഒരുവൻ നിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. എഴുന്നേറ്റു നടക്കുക. അവൻ 38 വർഷം കിടന്നവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടക്കുക. ഇനി നീ കിടക്കാനുള്ളവനല്ല, ഇനി നീ നടക്കാനുള്ളവനാ. ഇനി കലക്കം കാത്ത് കിടക്കുന്നവനല്ല, ഇനി നീ ഇളക്കം കാത്ത് കിടക്കുന്നവനല്ല. ഹല്ലേലൂയ. കർത്താവ് പറയാ, പുതിയത് ഞാൻ ചെയ്യാൻ പോകുക. നിന്റെ ലൈഫിൽ ഞാൻ പുതിയത് ചെയ്യാൻ പോവുക. ഇന്നലകളിൽ എവിടെയൊക്കെയോ നിന്റെ പരിധികളെ പൊളിച്ച്, നിന്റെ വേലി പൊളിച്ച് ശത്രു അകത്തു കയറിയെങ്കിൽ ഇന്ന് പകൽ അതിനെ പുറത്താക്കി നിന്റെ വേലി ഉറപ്പാക്ക. ഇന്ന് പകൽ പറ, പിശാചേ, ഇനി കലക്കാൻ പറ്റത്തില്ല, ഇനി തകർക്കാൻ പറ്റത്തില്ല. ഇനി 2026 ഈ മാർച്ച് മാസം 1-ാം തീയതി ദൈവം നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യും. പുതിയതൊന്ന് ചെയ്യും, പുതിയതൊന്ന് ചെയ്യും. ദൈവം പറയുന്നു, പുതിയതൊന്ന് ചെയ്യും. ആമേൻ സ്തോത്രം. പുതിയതൊന്ന് ചെയ്യണമെങ്കിൽ നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്കണം. പിശാചിന്റെ ഇട കൊടുക്കരുത്.
നിന്റെ കുടുംബത്തിൽ ഇടം കൊടുക്കരുത്, ഹൃദയത്തിൽ ഇടം കൊടുക്കരുത്, നിന്റെ തലമുറയ്ക്കകത്ത് ഇടം കൊടുക്കരുത്. അവന് ചവിട്ടി മെതിക്കാനുള്ളതല്ല, ഇന്ന് പകൽക്കാലം ദൈവത്തിന് വസിക്കാനുള്ളതാ നിന്റെ മന്ദിരം. ആമേൻ. ദൈവത്തിന്റെ വചനം സൂക്ഷിക്കാനുള്ളതാ, ബോധം സൂക്ഷിക്കാനുള്ളതാ, പരിജ്ഞാനം സൂക്ഷിക്കുന്ന ഹൃദയം, വചനം സൂക്ഷിക്കുന്ന ഹൃദയം. കലങ്ങാൻ നീ വിട്ടുകൊടുക്കരുത്. കലങ്ങാൻ വിട്ടുകൊടുത്താൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേൽ വെളിപ്പെടത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ്, നിന്റെ സ്തോത്രം, നിന്റെ ഹൃദയം കലങ്ങുന്നതിന്റെ പിന്നിലെ കാര്യം ദൈവത്തിന്റെ വാഗ്ദത്തം, അവൻ പുതിയത് ഒന്ന് നിന്റെ മേൽ വെളിപ്പെടാതിരിക്കാൻ. ഞാൻ പറയും 2026 ഈ മാർച്ച് മാസം 1-ാം തീയതി ആമേൻ വിക്ടറി ഇന്റർനാഷണൽ മലയാള സർവീസിൽ ആമേൻ ചില കുടുംബങ്ങളിൽ ദൈവം പുതിയത് ചെയ്യാൻ പോവുകയാണ്. കുടുംബങ്ങൾക്കകത്ത് ദൈവം ചിലത് പുതിയത് ചെയ്യാൻ പോവുകയാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ചിലത് പുതിയത് ചെയ്യും. ആമേൻ. സ്തോത്രം. ദൈവം ചെയ്യുന്നത് നിന്റെ ലൈഫിൽ അത്ഭുതമായിരിക്കും. ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്ത, ആരും ചിന്തിച്ചിട്ടില്ലാത്ത, ഹല്ലേലൂയ, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ആമേൻ ദൈവ പ്രവൃത്തി പുതിയത്, ഇന്ന് പകൽ പുതിയത് നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുക. ഇന്ന് പകൽക്കാലം ദൈവം ഒന്നേ പറഞ്ഞുള്ളൂ, നിന്റെ ഹൃദയം കലങ്ങി പോകരുത്. നിന്റെ ഹൃദയത്തെ നീ സൂക്ഷിക്ക്. ആമേൻ. സ്തോത്രം. നിന്റെ വാഗ്ദത്തങ്ങളെ മെതിച്ചു കളയുന്ന, നിന്റെ നന്മകളെ മെതിച്ചു കളയുന്ന ആമേൻ ഒന്നും പ്രവേശിപ്പാൻ നീ അനുവദിച്ചു കൊടുക്കരുത്. ഇന്ന് പകൽക്കാല കർത്താവേ, അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വം വെളിപ്പെടട്ടെ കർത്താവേ. പലപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തെ കലക്കി ആമേൻ ശത്രു മുതലെടുത്ത് ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ തടഞ്ഞു, ഞങ്ങളുടെ നന്മകളെ തടഞ്ഞു, ഞങ്ങളുടെ സമാധാനത്തെ തടഞ്ഞു, ഞങ്ങളുടെ സന്തോഷത്തെ തടഞ്ഞു, ഞങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തി. എന്നാൽ ഇന്ന് പകലത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ കർത്താവിന്റെ വാഗ്ദത്തത്തെ, കർത്താവിന്റെ വചനത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഏറ്റെടുക്കുന്നപ്പാ, ഞങ്ങൾ ഏറ്റെടുക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഈ പട്ടണത്തിന് നടുവിൽ ദൈവം നിന്നെ നട്ടത് ആമേൻ ദൈവരാജ്യത്തിന് ഫലം കഴിക്കാനാണെങ്കിൽ നീ കലങ്ങി കിടക്കുന്നത് എന്റെ അപ്പന് ഇഷ്ടമല്ല. എന്റെ അപ്പന്റെ ഇഷ്ടം ആമേൻ ഹൃദയത്തിൽ അവന്റെ ജ്ഞാനം വഹിച്ച്, അവന്റെ വചനം വഹിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാഗ്ദത്തം പിടിക്കുന്ന ഒരു തലമുറയെ ഇന്ന് പകൽക്കാലം ദൈവം കാക്കാമെന്ന് നോക്കുകയാ. ദൈവത്തിന്റെ വാഗ്ദത്തം പിടിക്കുന്ന ഒരു തലമുറയെ, ദൈവത്തിന്റെ അനുഗ്രഹത്തെ വെളിപ്പെടുത്തുന്ന, അവൻ പുതിയതൊന്ന് ചെയ്യുവാൻ, അവൻ 10,000 പേരുണ്ടായിരുന്നിട്ടും വഴിയരികിലിരുന്ന ഒരു കുരുടനാണ് അവന്റെ മഹത്വം വെളിപ്പെടുവാൻ അവന് വേണ്ടി നിന്നുകൊടുത്തത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നിനക്കൊന്ന് നിന്നു കൊടുക്കാമോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കുരുടനാണെന്ന് പറഞ്ഞ് ആമേൻ പലരും പറഞ്ഞു മിണ്ടാതിരിക്ക്, ശബ്ദമുണ്ടാക്കരുത്, മിണ്ടാതിരിക്ക്. ആമേൻ. നിന്റെ ശബ്ദത്തെ ഒതുക്കാൻ, ആമേൻ നിന്റെ വിടുതലിനെ ഒതുക്കാൻ, നിന്റെ അനുഗ്രഹത്തെ ഒതുക്കാൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പുറത്തു നിന്നല്ല, അകത്തു നിന്ന് തന്നെ പലരും നിന്റെ ശബ്ദത്തെ ഒതുക്കാൻ, വിടുതലിനെ ഒതുക്കാൻ ശ്രമിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം പറയാ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ശബ്ദം ഉയർത്തിയാൽ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ വിടുതലിനെ തടയാൻ നിന്റെ കൂടെയുള്ളവർക്കും യേശുവിന്റെ ശിഷ്യന്മാർക്കും കഴിയത്തില്ല. കാലങ്ങൾ കൊണ്ട് ആമേ പലയിടത്ത് കാലിടറി വീണിട്ടും ഹല്ലേലൂയ ആരും താങ്ങുവാനോ ആരും മുറിവ് വെച്ച് കെട്ടാനോ ആരുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് പകൽക്കാലം കർത്താവ് പറയാ, ഞാൻ പുതിയതൊന്ന് ചെയ്താൽ ആമേ സ്തോത്രം, ഇനി നീ ആരുടെ മുമ്പിൽ കൈ നീട്ടത്തില്ല. ആമേ, ഞാൻ പുതിയതൊന്ന് ചെയ്താൽ ആരുടെ സഹായത്തിലല്ല നീ ഇനി നടക്കാൻ പോകുന്നത്. നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കി നടക്കും. നീ ആമേ സ്തോത്രം, നീ പാതകൾ കാണും, നീ അനർത്ഥങ്ങൾ വരുന്നത് നീ കാണും. ഹല്ലേലൂയ. ദൈവം പുതിയതൊന്ന് ചെയ്താൽ, ദൈവം പുതിയതൊന്ന് ചെയ്താൽ, അവൻ ബർത്തിമയോട് ചോദിക്കാം, ബർത്തിമയേ, ദൈവം നിന്റെ മേൽ പുതിയത് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? അവൻ പറയും, ഇനി എന്റെ കാൽ ഇടറത്തില്ല. എന്റെ കണ്ണ് തുറന്ന് അവൻ പുതിയത് ചെയ്താൽ എന്റെ കണ്ണ് തുറക്കും. എന്റെ കണ്ണ് തുറന്നാൽ ഇനി ഞാൻ ഒരിടത്ത് ഇരിക്കത്തില്ല, ഇനി ഒരിടത്ത് ഇരിക്കത്തില്ല, ഇനി വഴിയരികിൽ ഞാൻ ഇരിക്കത്തില്ല.
ആമേൻ ആരുടെ മുമ്പിൽ കൈ നീട്ടത്തില്ല. ഇന്ന് പകൽ ഇതിനകത്ത് ആരുടെ ഒരു വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ആരോടോ ഈ ദൂത് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറുകയാ. ആമേൻ നിന്റെ കണ്ണു തുറന്നാൽ, ദൈവം നിന്നെ തൊട്ടാൽ, ദൈവം നിന്നെ പുതിയതൊന്ന് ചെയ്താൽ, ഇനി നീ ആ വഴി അരികിൽ ഇരിക്കത്തില്ല. ഇനി നീ ആരോട് കൈ നീട്ടത്തില്ല. ഇനി ആരോട് നീ സഹായം ചോദിക്കത്തില്ല. നീ എഴുന്നേൽക്കും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നീ അനേക ഇടത്തു നിന്റെ കാലിടറി വീണു. ഹല്ലേലൂയ. മുമ്പിലെ പ്രതികൂലത്തെ നിനക്ക് കാണാൻ പറ്റിയില്ല, മുമ്പിലുള്ള കുഴികളെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ആത്മാവ് ദൂത് പറയുക, ദൈവം പുതിയത് ചെയ്താൽ നിന്റെ മുമ്പിലുള്ള കെണികളെ നിനക്ക് കാണാൻ പറ്റും. നീ അതിൽ ഇനി വീഴത്തില്ല. നീ അതിനെ ആമേൻ ഒഴിഞ്ഞു പോകും. ചിലതിനെ ചിലർ ഒഴിഞ്ഞു പോകും, ചിലതിനെ ചിലർ ഒഴിഞ്ഞു പോകും. ആ കണിക്കകത്ത് ഇനി നീ വീഴത്തില്ല, ഇനി നീ വീഴത്തില്ല. നീ അതിനെ ഓവർകം ചെയ്യും. നീ അതിൽ ഇനി വീഴത്തില്ല. ഇനി നിന്റെ ശരീരം മുറിയത്തില്ല. ഇനി നീ തകർക്കപ്പെടത്തില്ല. ആമേൻ. കർത്താവ് പുതിയതൊന്ന് ചെയ്താൽ ഇനി നിന്റെ ഹൃദയം മുറിയത്തില്ല. ഇനി നിന്റെ മനസ്സ് മുറിയത്തില്ല. ദൈവം പുതിയത് ചെയ്താൽ ഹല്ലേലൂയ നിന്റെ ചരിത്രം മാറും. ചരിത്രം മാറും. ഇന്നലകളിൽ നിന്നെ കണ്ടവർ നിന്നെ കാണുമ്പോൾ അത്ഭുതം കൂറും.